നമസ്കാരം. ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 നീചഗ്രഹങ്ങൾ നിന്ന് കഴിഞ്ഞാൽ വിവാഹം നടക്കാനുള്ള യോഗം കുറയുമോ, അല്ലെങ്കിൽ വിവാഹം നടക്കാനുള്ള താമസം വരുമോ എന്ന ഒരാളാണ് സംശയമായിട്ട് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരാൾ സംശയം ചോദിക്കുമ്പോൾ ഇതേ സംശയമുള്ള പലരും ഉണ്ടാവും. ഇപ്പോൾ ജ്യോതിഷത്തിനെ കുറിച്ച് പല മാസികകളിലും പല ചാനലുകളിലും ഒക്കെ അറിവിട്ടുള്ള വ്യക്തികളുണ്ടാവും. ഇപ്പോൾ പൊതുവെ എല്ലാവർക്കും അറിയാം, 7-ാം ഭാവം വിവാഹം, 8-ാം ഭാവം കൊണ്ട് വിവാഹ അനന്തരഭാവം ഒക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടെന്നൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പം അങ്ങനെ 7 നമ്മൾ ലഗ്നാല്, ചന്ദ്രാല്, ശുക്രാല് 3 രീതിയിൽ 7-ാം ഭാവം പ്രധാന ഭാവമായിട്ടും അതിൻ്റെ അടുത്ത ഭാവമായിട്ട് 8-ാം ഭാവമൊക്കെ നമ്മൾ കണക്കാക്കാറുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെയാണ് നമുക്കിവിടെ ചൊവ്വ, രാഹു, കേതു, ഗുളികന് ഇങ്ങനെയൊക്കെയുള്ള പല ഗ്രഹങ്ങൾ വന്നു കഴിഞ്ഞാൽ പല അവസ്ഥകളെ നമുക്ക് പറയാൻ സാധിക്കുന്നു. പാപം ആയിട്ട് പറയാറുണ്ട്. ചൊവ്വയൊക്കെ നമുക്ക് മേടം, വൃശ്ചികം, കർക്കിടകം രാശി ഒഴിഞ്ഞ് ചൊവ്വ വന്നു കഴിഞ്ഞാൽ ചൊവ്വ ദോഷമായിട്ടൊക്കെ നമുക്ക് പറയാറുണ്ട്. 7, 8 വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ആണെങ്കിൽ നമുക്ക് 8-ലും പുരുഷന്മാർക്കാണെങ്കിൽ 7-ലും ഒക്കെ ചൊവ്വ ദോഷമായിട്ടൊക്കെ ചൊവ്വ വന്നു കഴിഞ്ഞാൽ പറയാറുണ്ട്. ഗുളികൻ 7 വന്നു കഴിഞ്ഞാൽ നിൽക്കുന്ന ഭാഗത്തിന് തകർക്കുന്ന അവസ്ഥയെ ഗുളികൻ എന്ന് പറഞ്ഞ് ഗ്രഹം ചെയ്യാം. അപ്പം നമുക്ക് വിവാഹ ജീവിതത്തെ തകർക്കുന്നൊരവസ്ഥ, വിവാഹബന്ധം ഉറയ്ക്കാതെ വരുന്ന അവസ്ഥ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് രാഹുകേതുക്കളെ കൊണ്ട് നമുക്ക് വിവാഹ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാറുണ്ട്. രാഹു നിൽക്കുന്ന രാശിക്ക് 7-ലാണ് കേതു നിൽക്കുക, കേതു നിൽക്കുന്ന 7-ൽ രാഹു. അപ്പം അങ്ങനെ വരുന്ന അവസ്ഥയിൽ നമുക്ക് ലഗ്നത്തിൽ രാഹു നിൽക്കുക, അതിൻ്റെ 7 കേതു നിൽക്കുക. അപ്പോൾ നമുക്ക് ഹേതുവായെങ്കിൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടക്കുന്ന ഒരു അശുഭകരമായിട്ടൊരു മംഗല്യം നമുക്കുണ്ടാകുന്ന അവസ്ഥ, അധികം താമസിയാതെ അത് ഒഴിഞ്ഞു പോകുന്ന അവസ്ഥകളൊക്കെ നമുക്ക് പറയാം. അപ്പം അങ്ങനെ ഓരോ നീചഗ്രഹങ്ങൾ നമുക്ക് 7 വരുമ്പോഴും അതിനെക്കൊണ്ട് ഓരോ ഫലങ്ങളെ പറയാനുണ്ട്. അപ്പം 7 നീചഗ്രഹങ്ങൾ നിന്നു എന്ന് വെച്ച് ഒരാൾക്ക് ജീവിതം ഇല്ല, അല്ലെ സന്യാസ യോഗമാണെന്നൊന്നും പറയാനൊക്കത്തില്ല. അപ്പം നമുക്കതിൻ്റെ ഭാവാത്ഭാവം സ്ഫുടങ്ങളും ഒക്കെ എടുത്ത് നമുക്ക് പരിശോധിക്കണം. മംഗല്യ സൂത്രമുണ്ട്, നമുക്ക് സ്ഫുടമുണ്ട്. ആ സ്ഫുടങ്ങളൊക്കെ നമുക്ക് പരിശോധിച്ച് കഴിയുമ്പോഴത്തേക്കും വിവാഹ സംബന്ധ തടസ്സത്തിനുള്ള കാരണം നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പം നമുക്ക് എന്തായാലും നിങ്ങൾ നോക്കുമ്പോൾ ലഗ്നാല്, എല്ലാവർക്കും ലഗ്നം അറിയാം, ലാന്ന് കൊടുക്കുന്ന ലഗ്നം, ചന്ദ്രൻ ശു എന്നിലേക്ക് ശുക്രൻ. അപ്പം ലഗ്നാല്, ചന്ദ്രാല്, ശുക്രാലൊക്കെ നമുക്ക് 7 നീചഗ്രഹങ്ങൾ അതിപ്പോൾ ഉണ്ടെങ്കിൽ നമുക്കത് നോക്കി അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. നല്ലൊരു ദാമ്പത്യം നമുക്കുണ്ടാവും. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യകതയില്ല. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.